വളരെ പെട്ടെന്ന് നമ്മുടെ പത്രങ്ങളിലൂടെയൊക്കെ പരസ്യം കണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ജ്വല്ലറിയാണ് അൽ മുക്താദിർ. നമ്മൾ അതേക്കുറിച്ച് ചർച്ചയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. അല്ല, അൽ മുക്താദിർ ജ്വല്ലറികളുടെ എല്ലാ ബ്രാഞ്ചുകളും അടഞ്ഞു കിടക്കുകയാണ് അല്ലേ? കേരളത്തിലെ എല്ലായിടത്തും അടഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല, അവർ പറഞ്ഞിരുന്നു ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇത് തുറന്നു പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. ഏപ്രിൽ മാസം തീരാൻ പോവുക. ഏപ്രിൽ 19 തുറന്നിട്ടില്ല. വഴുതക്കാട് ഒരു ജ്വല്ലറി ഉണ്ടായിരുന്നു, അവിടെ കഴിഞ്ഞ ദിവസം പോയി ആളുകൾ വളം വെച്ചു, അതും അടച്ചു. ഇപ്പോൾ ഇതിന് കാരണം ജ്വല്ലറികൾ തുറക്കാനുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നു. കാരണം അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഉടമസ്ഥൻ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം ഇപ്പോൾ ഏതാണ്ട് 3000 കോടി രൂപയുടെ തട്ടിപ്പ്, നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. കാരണം ഇന്നത്തെ വിലയ്ക്ക് നിങ്ങൾ സ്വർണം ബുക്ക് ചെയ്താൽ, ഇന്ന് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കല്യാണം നടക്കുന്ന സമയത്ത് അന്നത്തെ വില നോക്കാതെ ഇന്ന് ബുക്ക് ചെയ്യുന്ന വിലയ്ക്ക് സ്വർണം തരും എന്ന് പറഞ്ഞ് പാവപ്പെട്ട ആളുകൾ അവരുടെ നിക്ഷേപം സമ്പാദ്യമെല്ലാം കൊണ്ട് കൊടുത്ത് വലിയ തോതിൽ സ്വർണം ബുക്ക് ചെയ്തു. കോടിക്കണക്കിന് രൂപ അങ്ങനെ സമാഹരിച്ചു. ഏതാണ്ട് 2000-നും 3000-നും ഇടയ്ക്ക് കോടി രൂപ. പക്ഷേ ബുക്ക് ചെയ്തവർക്ക് കല്യാണത്തിൻ്റെ സമയമായപ്പോൾ ചെല്ലുമ്പോൾ സ്വർണ്ണം ഇല്ല, കാശുമില്ല. ഇങ്ങനെയാണ് കേരളത്തിലെ എല്ലായിടത്തെയും അൽ മുക്താദിർ ജ്വല്ലറികൾ അടച്ചുപൂട്ടേണ്ടുന്ന സാഹചര്യം വന്നത്. അപ്പോൾ അതിനിടയ്ക്കും ഇതിൻ്റെ മുതലാളി മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്ന് പറഞ്ഞ ഹലാൽ മുതലാളി, കാരണം അദ്ദേഹം പറഞ്ഞ ഹലാൽ സ്വർണം വിൽക്കുന്നതാണ്. അതെ, തുപ്പി വിടുന്ന, നമ്മൾക്കറിയുന്ന ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പലിൽ മുങ്ങി കുളിക്കുന്ന സാധനത്തിന് ഹലാൽ എന്ന് പറയുന്ന ഒരാക്ഷേപമുണ്ട്. ഇനി അങ്ങനെയാണോ ഇത് ഹലാലാക്കുന്നത് അറിയില്ല. എന്തായാലും ഹലാൽ അല്ലെങ്കിൽ മന്ത്രം ചൊല്ലിയിട്ടായിരിക്കാം, എനിക്കറിയില്ല, നമ്മൾ അതിലേക്ക് കിടക്കണ്ട. ഏതായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പണി കെട്ടി അദ്ദേഹം ഒളിവിൽ പോകാനുള്ള ഒരു കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കാരണം കൊല്ലത്തുള്ള അബ്ദുൾ വാഹിദ് അലിയാർ കുഞ്ഞ് എന്ന് പറയുന്ന ഒരാൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്തു. പരാതി കൊടുത്തു പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. അതായത് പവന് ഏപ്രിൽ കഴിഞ്ഞ വർഷം 2024 ഏപ്രിലിൽ ഗ്രാമിന് 6335 രൂപ എന്ന നിരക്കിൽ 473.650 ഗ്രാം സ്വർണം ഇദ്ദേഹത്തിന് ആർക്ക് അബ്ദുൾ വാഹിദ് മുസ്ലിയാർക്ക് വേണം. അദ്ദേഹം ബുക്ക് ചെയ്തു. അന്നത്തെ 6335 രൂപയ്ക്ക് സ്വർണം ബുക്ക് ചെയ്തു. താൻ ആവശ്യപ്പെടുമ്പോൾ സ്വർണം തന്നോളാം. എത്ര രൂപ കൊടുത്തെന്നറിയോ? ആദ്യം 30 ലക്ഷം രൂപ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പിന്നീട് ബാക്കി തുക കൂടെ കൊടുത്ത് 1,18,00,000 രൂപ ഇയാൾ കൊടുത്തു. ചോദിക്കുമ്പോൾ സ്വർണ്ണമില്ല, കാശുമില്ല. അങ്ങനെ അൽ മുക്താദിർ ജ്വല്ലറിക്കെതിരെ ധൈര്യത്തോടെ കേസ് കൊടുക്കാൻ ഒരാൾ വന്നു. അപ്പോൾ BNSലെ ഭാരതീയ ന്യായ സംഹിത, പുതിയ ജൂലൈക്ക് ശേഷമുള്ള കേസായതുകൊണ്ട് IPCക്കല്ല, BNS പ്രകാരമാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. 316(5), 318(4) തുടങ്ങിയ വകുപ്പുകളിട്ട് ചാർജ് ചെയ്തു. 318(4) എന്ന് പറഞ്ഞാൽ 7 വർഷം വരെ തടവ് കിട്ടാവുന്ന, ജാമ്യം കിട്ടാനില്ലാത്ത വകുപ്പാണ്. പോലീസ് ഇത് FIR ഇട്ടു എന്നറിഞ്ഞതോടെ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം മുങ്ങി. എവിടെയാണെന്നറിയില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇനി അൽ മുക്താദിറിൻ്റെ ഒരു ബ്രാഞ്ചും തുറക്കാൻ പോകുന്നില്ല. എല്ലാം അടച്ചുപൂട്ടപ്പെട്ട് കഴിഞ്ഞു. കാരണം മുതലാളി ഒളിവ് പോയി. മുതലാളി പുറത്ത് കണ്ടാൽ, മുതലാളിയുടെ തല പുറത്ത് കണ്ടാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യമായി ഒരു പരാതിക്കാരനെ കിട്ടി. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പരാതികളുടെ പ്രളയം ആളുകൾ ഈ ജ്വല്ലറിയിലേക്ക് ഇരച്ചു കയറിയിട്ടും കേസുകൾ ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കൗതുകരമായ കാര്യം. കാരണം കേസ് കൊടുക്കാൻ ഒരുങ്ങിയാൽ ഉടനെ വീട്ടിലാൾ വരും. വീട്ടിലാൾ വന്നിട്ട് പല പ്രലോഭനങ്ങൾ പറയും, വാഗ്ദാനങ്ങൾ കൊടുക്കും, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ആളുകളെ വിട്ട് ഈ കേസ് കൊടുക്കാൻ തയ്യാറുള്ള ആളുകളെ ഒതുക്കി പതുക്കി മാറ്റിയിട്ടാണ് ഇതുവരെ ഇയാൾ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ ജ്വല്ലറികൾ അടയ്ക്കേണ്ടി വന്നു പറഞ്ഞാൽ, ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി. ഇയാളുടെ 30ഓളം ഷോപ്പുകളിൽ റെയ്ഡ് നടത്തി 380 കോടി രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തി, നികുതി വെട്ടിപ്പ്. അതേ തുടർന്നാണ് അൽ മുക്താദിറിന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. തീർന്നില്ല, ഇതിനകത്ത് അവർ കണ്ടെത്തിയത് മണി ചെയിൻ മാതൃകയിൽ ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ച്, മണി ചെയിൻ നിയമവിരുദ്ധമാണ്, അങ്ങനെ വലിയ തോതിൽ പണം ഉണ്ടാക്കി വിദേശത്തേക്ക് ഏതാണ്ട് 2000 കോടിയോളം കടത്തി എന്നും IT റെയ്ഡിൽ ബോധ്യമായി. മാത്രമല്ല, ഇൻകം ടാക്സ് റിട്ടേണുകളിലൊന്നും വിദേശത്തേക്ക് കടത്തിയ വിദേശ നിക്ഷേപങ്ങൾ കാണിച്ചിരുന്നുമില്ല. ഇതേ തുടർന്ന് IT റെയ്ഡിനെ തുടർന്ന് മുംബൈയിലൊരു സ്ഥാപനമുണ്ട്. ഇവർ വലിയ തോതിൽ പഴയ സ്വർണം മേടിക്കുമായിരുന്നു. പഴയ സ്വർണം മേടിച്ച് അതും വിൽക്കുന്ന ഇടപാട് നടത്തിയിരുന്നത് മുംബൈയിലുള്ള
ഗോൾഡ് പർച്ചേസ് സ്ഥാപനമായി യുണീക്ക് ചെയിൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായി ടൈപ്പ്. അതിപ്പോൾ ഇയാളുടെ സ്ഥാപനം തന്നെയാണെന്നും പറയപ്പെടുന്നു, ഇയാൾക്ക് ബന്ധമുള്ള സ്ഥാപനമാണെന്ന് പറയപ്പെടുന്നു. അവിടെ ഈ IT റെയ്ഡിന് മുമ്പ് അവിടെ റെയ്ഡ് നടത്തിയപ്പോൾ 400 കോടി രൂപയുടെ വെട്ടിപ്പ് അവിടെ നടന്നു. പഴയ സ്വർണം, നോട്ടീസ് ഉണ്ടല്ലോ, പഴയ സ്വർണം നിങ്ങളുടെ സ്ഥലത്ത് വന്നെടുത്ത് വിൽക്കാൻ സഹായിക്കുന്നു. അതെ, ഇത്തരം സംരംഭങ്ങളുടെയൊക്കെ പിന്നിൽ അൽ മുക്താദിർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വലിയ തോതിൽ പഴയ സ്വർണം ആകുമ്പോഴത്തേക്ക് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാം, അത് ഉരുക്കി റെഡിയാക്കി പുതിയ സ്വർണത്തിൻ്റെ വിൽക്കാം. അപ്പോൾ പവന് 6335 അന്നത്തെ വില. നമ്മുടെ അബ്ദുൾ വാഹിദ് അലിയാർ കുഞ്ഞ് വാങ്ങിയ സമയത്ത് 6300 ഗ്രാമിന് 6335 രൂപ ഉണ്ടായിരുന്നപ്പോൾ വിൽക്കാൻ ചെന്നാൽ അതിൻ്റെ പകുതി കിട്ടുള്ളായിരുന്നു പഴയ സ്വർണം. അപ്പോൾ പഴയ സ്വർണം വാങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കച്ചവടമാണ്, വലിയ തട്ടിപ്പുമാണ്. ആവശ്യക്കാരൻ ഗതികേട് കൊണ്ടാണ് സ്വർണം വിൽക്കുന്നത്. അപ്പോൾ അതിന് മാർക്കറ്റ് വിലയേക്കാളും വളരെ താഴ്ന്ന വില കൊടുത്തിട്ട് അതൊരിക്കൽ പുതിയ സ്വർണ്ണമാക്കി പുതിയ വിലയ്ക്ക് വിൽക്കുക, അല്ലെങ്കിൽ അത് തന്നെ നല്ല കൗതുകമുള്ള ഓർണമെൻ്റാണ്, അത് തന്നെ പോളിഷ് ചെയ്ത് വിൽക്കുക, അതിനും പണിക്കൂലി മേടിക്കുക, അതിൻ്റെ മാർക്കറ്റ് വില വാങ്ങുക എന്ന് പറയുന്നത് പഴയ സ്വർണം വാങ്ങൽ എന്ന് പറയുന്നത് ഒരു വലിയ കള്ളക്കടത്ത് പോലെയുള്ള ഒരു റാക്കറ്റായി ഇന്നിപ്പോൾ കേരളത്തിൽ മാറിയിട്ടുണ്ട്. പഴയ സ്വർണം വാങ്ങുന്ന ഏജൻസികൾ, പഴയ സ്വർണം വാങ്ങാൻ വേണ്ടി മാത്രം ചില ജ്വല്ലറികളുമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഒരു സംഘമായി മാറിക്കൊണ്ടിരിക്കുക. ആ സംഘത്തിൻ്റെ നേതൃത്വം പോലെയാണ് യുണീക്ക് ചെയിനുമായി ബന്ധപ്പെട്ട് ഇവർ പ്രവർത്തിച്ചതെന്ന് ഇപ്പോൾ വേണ്ട 400 കോടിയുടെ തിരിമറിയാണ് മുംബൈയിലെ യുണീക്ക് ചെയിനിൽ കണ്ടെത്തിയെന്ന് ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന ദേശീയ ദിനപത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ വല്ലാതെ കുടുങ്ങിയിട്ട് ആളുകൾ ഇപ്പോൾ വളരെ പരിഭ്രാന്തരായി നിൽക്കുക. അപ്പോൾ ഏതായാലും ഒരാൾ കേസ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആലോചിക്കണം, അൽ മുക്താദാറിനെതിരെ കേസ് വന്നത് ഒരൊറ്റ മാധ്യമത്തിൽ വാർത്തയല്ല. ഇപ്പോൾ 2000 കോടിയോ 3000 കോടിയോ ഈ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്ന് പറയുന്ന ഇയാൾ ഹലാൽ സ്വർണം എന്ന് പറഞ്ഞ് വിറ്റിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകളെ ആകർഷിച്ചതിൽ വലിയ പങ്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. നമ്മുടെ പത്രങ്ങളിൽ എല്ലാ ദിവസവും ജാക്കറ്റ് പരസ്യം, ഒന്നാം പേജ് തുറന്നാൽ അൽ മുക്താദറിൻ്റെ പരസ്യമായിരുന്നു, ചാനലുകളിൽ പരസ്യമായിരുന്നു. ഈ പത്രങ്ങളുടെ ഒന്നാം പേജിൽ ജാക്കറ്റ് പരസ്യം കൊടുക്കാൻ വലിയ നിരക്കാണ്. സാധാരണ ഒന്നാം പുറത്തിന് ഒരു 25 ലക്ഷം രൂപയാണെങ്കിൽ ജാക്കറ്റാണെങ്കിൽ ചിലപ്പോൾ 1 കോടി രൂപ കൊടുക്കേണ്ടി വരും. അത് 3-4 ഇരട്ടി തുകയാണ് ജാക്കറ്റ് പരസ്യങ്ങൾക്ക്. അങ്ങനെ നിരന്തരം ഇത് കൊടുത്ത് എന്തോ വലിയ സംഭവമാണ്, പണിക്കൂലി ഇല്ലാത്ത സ്വർണം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. വമ്പൻ പരസ്യം 3000 കോടി ഇയാൾ സമാഹരിച്ചു അടിച്ചു മാറ്റിയെങ്കിൽ അതിൽ 300 കോടിയെങ്കിലും മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് പരസ്യത്തിന് വേണ്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ അൽ മുക്താദിർ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രചാരവേല ചെയ്ത് ആളുകളെ കൂട്ടത്തോടെ ഈ ജ്വല്ലറിയിലേക്ക് ആകർഷിച്ചതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? മാധ്യമങ്ങൾക്കാണ്. ആ മാധ്യമങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്ന് പറയുന്നില്ല, ഞങ്ങളെ പറ്റിച്ചതാണെന്ന് പറയുന്നില്ല. എന്തിന് ഇപ്പോഴും ഈ കൊള്ളക്കാരനായ ഈ ജ്വല്ലറി ഉടമയുടെക്കെതിരെ കേസെടുത്ത വാർത്ത പോലും പ്രസിദ്ധീകരിക്കാതെ തിന്ന ചോറിന് നന്ദി കാട്ടി വാലാട്ടി നിൽക്കുകയാണ് കേരളത്തിലെ പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും. ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഏറ്റവും വലിയ കുഴപ്പമെന്ന് സത്യത്തിൽ കേസെടുക്കേണ്ടത് കബളിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച് ആളുകളെ ഈ അറബുകാരൻ്റെ അറബുശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മാധ്യമങ്ങൾക്കെതിരെ കൂടിയാണ്. അതിന് കേരളത്തിൽ ഒരു സർക്കാരിന് ധൈര്യം ഉണ്ടാവില്ല, ഒരാളും അത് ആവശ്യപ്പെടത്തില്ല. എല്ലാവർക്കും മാധ്യമങ്ങളെ പേടിയാണ്. ഇനി നോക്കൂ, നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും ഇവർ തുടങ്ങുമ്പോൾ ആൾക്കാരുള്ള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ എന്ന പേരിൽ കേരളത്തിലെ സ്വർണ്ണ വെള്ളി വ്യാപാരികളുടെ സംഘടനയുണ്ട്. അവരന്നു മുതലേ പറയുന്നുണ്ടായിരുന്നു ഇത് തട്ടിപ്പാണ് എന്ന് അവർ പത്രപരസ്യം നടത്തി പ്രസ്താവനകൾ ഇറക്കി. എന്നിട്ടും ജനം വീണില്ല. ജനം വീഴാതിരിക്കാൻ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിനകത്ത് നിർഭാഗ്യവശാൽ ഇതിലേറ്റവും കൂടുതൽ ഇരയായിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അതിനുവേണ്ടി ഇവരെന്ത് ചെയ്യും? മുസ്ലിമുകളായ ഈ തലക്കെട്ടുകാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടാണ് ജ്വല്ലറി ഉദ്ഘാടനമൊക്കെ കൂടുതൽ നടത്തിയത്. ഈ മുതലാളിയുടെ വേഷം കണ്ടാൽ അറിയാം, മുട്ടനാടിൻ്റെ രോമം പോലത്തെ ഒരു താടിയൊക്കെ വെച്ച് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം കൃത്യമായൊരു മതചിഹ്നം കൊടുത്തിട്ട് ഞങ്ങൾ ഹലാൽ സ്വർണം വിൽക്കുന്നു, ഞങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളുടെ ആചാരവുമായി ബന്ധപ്പെട്ട ആഭരണങ്ങൾ ഇവിടെ കിട്ടത്തില്ല എന്നുള്ള പറഞ്ഞിരുന്നു. അങ്ങനെയുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല പത്രങ്ങൾക്ക് കോളല്ലായിരുന്നു. ഒരു ജ്വല്ലറി തുടങ്ങും. ഇപ്പോൾ നമ്മളിരിക്കുന്ന കലൂർ ഒരു ജ്വല്ലറി തുടങ്ങും. 2 മാസം കഴിയുമ്പോൾ അതേ ജ്വല്ലറിക്ക് വേറൊരു പേരൂടെ സൈഡിൽ എഴുതി വെച്ചിട്ട് അത് പിന്നെ ഉദ്ഘാടിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ ഉദ്ഘാടിക്കും. ഒരു ജ്വല്ലറി തന്നെ 3 തവണ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം തന്നെ ഇടപ്പള്ളിൽ ഒരു കടയുണ്ട്. ആ കടയിൽ താഴത്തെ നിലയ്ക്ക് ഒരു പേരാ, മുകളിലത്തെ നിലയ്ക്ക് ഒരു പേര്. അപ്പോൾ ചേട്ടാ ഈ പറയുന്നവരായിരിക്കും, കാരണം ഈ കട തന്നെ 2ാമത്തെ നില വേറെ ഉദ്ഘാടനം, അപ്പോൾ വീണ്ടും പരസ്യം കൊടുക്കും. ആൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സ്ഥാപനം
വന്ന് വെച്ചടി കയറ്റമാണ്. മാത്രമല്ല നമ്മൾ അതുവഴി ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നത് ഭയങ്കര തിരക്കാണ്. അല്ല, അതിനെക്കുറിച്ച് കേട്ടില്ല. അത് കൃത്യമായി ആ സമയത്ത് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ജ്വല്ലറിയിലേക്ക് കുറേ ആളുകളെ ദിവസം 500 രൂപയും ബിരിയാണിയും കൊടുത്ത് കുറേ ആളുകൾ ജ്വല്ലറിയിലേക്ക് വിടും. അവരവിടെ വന്നിട്ട് അത് കാണിക്കും ഇത് കാണിക്കുമെന്ന് പറഞ്ഞ് ഷോ കാണിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മൾ എന്തൊരു തിരക്കാണ് അവിടെ ചെല്ലുക. അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഭയങ്കര വിശ്വാസം. കാരണം എന്നും പത്രത്തിൽ പരസ്യം, ഓരോ ദിവസവും ഒരു ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ചെയ്യുക. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് തന്നെ പിന്നെയും അപ്പുറത്തെ സൈഡിൽ വേറൊരു പേര് എഴുതി വെച്ചിട്ട് പിന്നെ ഉദ്ഘാടനം ചെയ്യുക. വടുതക്കാട്ടെ ഒരു ബ്രാഞ്ചിന്റെ ഒരു കഴിഞ്ഞ ദിവസം ജനങ്ങൾ കൂടി ബഹളം ഉണ്ടാക്കിയ ബ്രാഞ്ചിന്റെ ചിത്രം നമുക്ക് കാണിക്കാം. അതിന്റെ ഭിത്തിയിൽ ഒരു പേര്, മോളി വേറൊരു പേരാ, ഷട്ടറിൽ വേറൊരു പേര്, ഒരു ജ്വല്ലറി ഒന്ന് തന്നെ, പക്ഷേ പേര് 3 പേര് 3 തവണ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ദൂരെയുള്ള ആളുകളെ കാണുമ്പോൾ ജ്വല്ലറി അടുത്ത് വന്നിരിക്കുന്നു, ഇവരങ്ങ് പടർന്ന് പന്തലിക്കുവാണല്ലോ, ഭയങ്കര ബിസിനസ് ആണല്ലോ എന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി കടകളിൽ കൃത്രിമ തിരക്കുണ്ടാക്കാൻ ആളുകളെ ശമ്പളം കൊടുത്ത് 500 രൂപയും ബിരിയാണിയും കൊടുത്ത് ആളുകളെ കയറ്റി കൃത്രിമമായ തിരക്കൊക്കെ ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിയാണ് അൽ മുക്താദിർ നടത്തിയതെന്ന് അവിടെ തട്ടിപ്പിനിരയായവർ പറഞ്ഞത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പോഴും ഈ മതം ഉപയോഗിച്ച് ഇത്തരം കച്ചവടം നടത്തുന്ന ഹലാൽ ഫ്ലാറ്റ്, ഹലാൽ ജ്വല്ലറി. ഇപ്പോൾ യു പിയിൽ ഈ ഹലാൽ വിരുദ്ധ കേസ് വന്നപ്പോഴത്തേക്ക് യു പി സർക്കാർ പോയിട്ട് കോടതി പറഞ്ഞു, യു പിയിലെ ചില കക്ഷികൾ പരസ്യം ഹലാൽ സിമൻറ്റ്, ഹലാൽ കമ്പിക്ക് എങ്ങനെയാണ് ഹലാൽ വരുന്നത്? ഇരുമ്പ് കമ്പിക്ക് ഹലാലുണ്ടോ? എനിക്കറിയില്ല. അതൊക്കെ ഉണ്ട്. അപ്പോൾ കോടതി ഞെട്ടിപ്പോയി. ഹലാൽ കമ്പി സിമൻറ്റുക, ഹലാലില്ലാത്ത ഹലാൽ ഇഷ്ടിയ. ഇനി ഫാൻ ഹലാൽ, ഹലാൽ ടി വി ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഈ സ്ത്രീകളെ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാസ്ക് ചെയ്യപ്പെടുമല്ലോ, കണ്ടു മാത്രം കാണുന്ന തരത്തിൽ എടുത്തത് ടി വി വരുമായിരിക്കും. AI ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും വല്ലാത്തൊരവസ്ഥയിലേക്ക് മതം ഉപയോഗിച്ച് നമ്മൾ ആട്, തേക്ക്, മഞ്ചിയം തുടങ്ങിയ തട്ടിപ്പുകളെ കണ്ടിട്ടുണ്ട്. പോപ്പുലർ ഫിനാൻസ് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ പല ഫിനാൻസ് സ്ഥാപനങ്ങളിലെ തട്ടിപ്പ് നമ്മൾ കാണാം. പക്ഷെ അതൊന്നും മതം ഉപയോഗിച്ചില്ല. കേരളത്തിൽ ആദ്യമായി കേരളം നമ്പർ 1 കേരള സാർ, നമ്പർ 1 സാർ, 100% ലിറ്ററസി സാർ എന്നൊക്കെ പറയുന്ന മാധ്യമ പ്രവർത്തകരുള്ള ഈ കേരളത്തിൽ ഇന്ന് 2024-25 വർഷം മതം പറഞ്ഞ് സ്വർണ്ണ വ്യാപാര ഇടപാട് നടത്തി തട്ടിക്കുന്ന അവസ്ഥയിലാണ് കേരളം എത്തിയിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, തിന്ന ചോറിന് നന്ദി കാണിക്കുന്ന മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ഈ തട്ടിപ്പിൻ്റെ ഒരു പരമ്പരയും ഒരു പത്രത്തിൽ വരത്തില്ല. ഒരു വാർത്ത പോലും വരില്ല. അതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ ശബരിനാഥിൻ്റെ സ്ഥാപനം പൊട്ടിയപ്പോൾ, പോപ്പുലർ ഫിനാൻസ് പൊട്ടിയപ്പോൾ, ഇങ്ങനെ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം പൊട്ടിയപ്പോൾ പത്രങ്ങൾ പരമ്പരകൾ ആരംഭിച്ചിരുന്നു. എന്തുകൊണ്ടാണ് സാർ കേരളത്തിലെമ്പാടും ബ്രാഞ്ചുകൾ തുറക്കുന്നു എന്ന് പറഞ്ഞ് 30-ലേറെ ബ്രാഞ്ചുകൾ തുറന്ന് 2000-3000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി, വലിയ നികുതി വെട്ടിപ്പ് നടത്തി, മുതലാളി ഒളിവിൽ പോയിട്ടും എങ്ങനെയാണ് കേരളീയ സമൂഹത്തെ ഈ അൽ മുക്താദിർ എന്ന് പറയുന്ന ജ്വല്ലറി സംഘം തട്ടിച്ചത് എന്ന് ഒരു വാർത്തയെങ്കിലും കൊടുക്കാൻ, പരമ്പര കൊടുക്കേണ്ടതാണ്, കാരണം ആളുകളെ ബോധവൽക്കരിക്കണമല്ലോ. പക്ഷെ ഒരു വാർത്തയെങ്കിലും കൊടുക്കാൻ തയ്യാറാവാതെ മാധ്യമങ്ങൾ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പരസ്യത്തിന് നന്ദിയല്ലേ? ഉണ്ട പരസ്യത്തിന്. പക്ഷേ വളരെ വലിയ കഷ്ടമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ. ഇങ്ങനെയല്ല, എങ്ങനെയും പണമുണ്ടാക്കുക എന്നർത്ഥം. ഏതായാലും കൊല്ലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസിന്റെ വിധി എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. ഏതായാലും ഇപ്പൊ ഈ ജനങ്ങളെല്ലാം തന്നെ ഈ കടകളുടെ മുമ്പിൽ ഒരു പ്രക്ഷോഭമൊക്കെ ആയിട്ട് വന്നില്ല. ഇപ്പൊ വീണ്ടും അവർ വരാൻ തുടങ്ങി തോന്നുന്നല്ലേ? അല്ലേ, അവർ പ്രക്ഷോഭമായിട്ട് വരുന്നില്ല, കട തുറക്കുന്നില്ല, പിന്നെ അവിടെ പോയി പ്രക്ഷോഭിക്കും. ഇയാളുടെ വീടിന്റെ വാതിക്കലേക്ക് ആളുകൾ പോയിരുന്നു മുമ്പൊരിക്കൽ. വീടിന്റെ വാതിക്കൽ പോയി ആളുകൾ സമരം ചെയ്ത ആളില്ലെന്നേ, ആളെവിടെ പോയിന്ന് അറിയില്ല. വല്ല യമനിലും പോയി കാണും ആട് മേടിക്കാൻ, സിറിയയിലും. ഏതായാലും ആൾ ഒളിവിലാണ്. അൽ മുക്താദിർ മുതലാളിയെ കിട്ടിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. ജാമ്യമില്ലാ വകുപ്പാണ്. അദ്ദേഹത്തിന് ഉറപ്പായിട്ടും കുറച്ച് ദിവസങ്ങളിൽ ലോക്കപ്പിൽ കിടക്കേണ്ടി വരും. പിന്നെ പൈസ ഉണ്ട് കയ്യിൽ, 2000-3000 കോടി രൂപയുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കാശ് പോയവർക്ക് പോയി. കാശ് പോയവരെ കുറിച്ച് ഖേദിക്കാൻ, പറയാൻ, സങ്കടപ്പെടാൻ, നടപടിയെടുക്കാൻ ഒരു സർക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ. കാരണം അത് ആ ജ്വല്ലറിയുടെ പേര് അൽ മുക്താദിർ എന്നാണ്. അതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല. എന്തോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.